ഇനി പാലാ നഗരസഭയിൽ കിങ് മേക്കറായി പുളിക്കക്കണ്ടത്തിലെ സ്വതന്ത്ര കൂട്ടായ്മ. ഒരു കുടുംബത്തിൽ നിന്ന് മത്സരിച്ച 3 പേരും വിജയിച്ചു. ഈ 3 പേരെയും നേരത്തെ മാതൃഭൂമി ന്യൂസ് പരിചയപ്പെടുത്തി തന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? LDF-നും UDF-നും കേവല ഭൂരിപക്ഷം ഇല്ലാതെ വന്നതോടെ ഭരണത്തിൽ പുളിക്കക്കണ്ടം നിർണായകമാണ്. ഷിനോജസ്റ്റി വിവരങ്ങളുമായി ചേരുന്നു. അവർക്കൊപ്പമാണ് ഷിനോജസ്റ്റി ഇപ്പോഴുള്ളത്. ഷിനോജ, ഗുഡ് മോർണിംഗ്. എന്താണ് പുളിക്കക്കണ്ടം സഹോദരങ്ങൾക്ക് പറയാനുള്ളത്? സഹോദരന്റെ മകൾ അല്ലെ, 3 പേരാണല്ലോ മത്സരിച്ചത്. മൊത്തം ഈ പാലാ നഗരസഭ ആര് ഭരിക്കണമെന്ന് കേരള കോൺഗ്രസ് തീരുമാനിക്കുമെന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒരു 4 പതിറ്റാണ്ടായിട്ടുള്ള പാലയുടെ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ പാലാ നഗരസഭ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഈ കാണുന്ന 3 പേരാണ്. പാലാ പുളിക്കക്കണ്ടത്തിലെ 3 സ്വതന്ത്ര കൂട്ടായ്മ. നിങ്ങളിപ്പോൾ സത്യത്തിൽ അങ്ങ് തൂക്കിയല്ലേ പാല? അങ്ങനെ പറയാം. ജനങ്ങളായിരിക്കാലും ഞങ്ങളെ വിശ്വാസത്തിലെടുത്തു. അവർ നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് അവർ ഞങ്ങളെ സഹായിച്ചു. തീർച്ചയായിട്ടും അവരോടൊപ്പം ഞങ്ങൾ നിൽക്കും. ഈ നഗരസഭ അധ്യക്ഷ സ്ഥാനം വനിതയ്ക്കാണ്. അപ്പോൾ LDF-നും UDF-നും കേവല ഭൂരിപക്ഷം ഇല്ല. അപ്പോൾ ഒരു 21 വയസ്സുകാരി പാലയുടെ അധ്യക്ഷയാവോ? അതൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. അച്ഛനാണ് പറയും ഇങ്ങനെ പറയരുത്. നമുക്ക് നോക്കാം. പിന്നിച്ചേടാ ഒരു വലിയ ആയിരുന്നു, പ്രത്യേകിച്ച് 3 ജയിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആശയം നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ, പാലായിലെ ജനങ്ങൾ ഏറ്റെടുത്തു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഈ LDF-ന്റെ UDF-ന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായി വിളികൾ വന്നിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട്. പക്ഷേ ഞങ്ങൾ ആരുമായിട്ടും ഒരു ചർച്ചയിലേക്കോ ഒന്നും കടന്നിട്ടില്ല. കാരണം ഞങ്ങൾ ഇന്നലെ വാർഡിലെ ജനങ്ങളെ ഓരോരുത്തരെ നേരിട്ട് കാണാനുള്ള സമയം കിട്ടിയില്ലെങ്കിലും പൊതുവായിട്ട് എല്ലാവരെയും കാണുന്ന ഒരു തിരക്കിലായിരുന്നു. പിന്നെ സമയമുണ്ട്, ആലോചിക്കാനും ചിന്തിക്കാനും സമയമുണ്ട്. എന്തൊക്കെയാലും ചിന്തിച്ചാലും അധ്യക്ഷ സ്ഥാനം മകളിലേക്ക് തന്നെ എത്തും. കാരണം ഒരു വനിതാ എന്ന നിലയിൽ അല്ലേ? ഈ 1983 സിനിമയിലെ ഒരു കഥാപാത്രം നിവിൻ പോളി സ്വന്തം ഈ ക്രിക്കറ്റ് ടീമിലേക്ക്, ഇന്ത്യൻ ടീമിലേക്ക് കയറാൻ കഴിയാത്തത് മകനിലൂടെ നേടിയെടുക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇപ്പോൾ അച്ഛന് കഴിയാൻ പോയത് മകളിലൂടെ കിട്ടുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. അൺപ്രഡിക്റ്റബിൾ അവസരങ്ങളാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ചാൻസ് കിട്ടി, അത് നഷ്ടപ്പെട്ടു എന്നല്ലാതെ അതിൻ്റെ അകത്ത് വലിയൊരു പ്രാധാന്യമൊന്നും ഞാൻ അതിന് കൊടുക്കുന്നില്ല. കാരണം വർഷങ്ങളായിട്ട് പൊതുരംഗത്തുണ്ട്. നഗരസഭയിലെ കാര്യം തന്നെ ഇത് 5ാമത്തെ ടേമാണ് തുടർച്ചയായിട്ട് വരുന്നത്. അപ്പോൾ അതിലൊന്നും ഞാൻ ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നു, വരാനുള്ളത് നമുക്ക് വരും. പിന്നെ ഞങ്ങൾ 3 പേരും ഈ ഒരു സാധ്യതയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ചോദിച്ച പോലെ ഒരു പരിഗണന മോക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവാം എന്നല്ലാതെ ഞങ്ങൾ അതിൽ കൂടുതലായി ഒരു പ്രാധാന്യമൊന്നും അതിന് കൊടുക്കുന്നില്ല. ഇതിലൊരു തന്ത്രമായിരുന്നു മകളെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ട് ഒരു നഗരസഭ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്ന ഒരു വനിതയ്ക്ക് വന്ന സമയത്ത് മകളെ ഇങ്ങനെ ഇറക്കാം എന്നൊരു, അങ്ങനെ ആയിരുന്നോ? അത് അച്ഛൻ്റെ സ്റ്റാൻഡിങ് വാർഡ് വനിതയായപ്പോൾ എനിക്ക് നിൽക്കാനൊരു അവസരം കിട്ടിയെന്നാണ്. അല്ലാതെ ഇത് വിചാരിച്ചല്ല. പഠിത്തം അപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനം? ഞാൻ ഇപ്പം ഡിഗ്രി കഴിഞ്ഞു. എനിക്ക് ബാക്കി പഠിക്കണം എന്നാണ്. MBA ചെയ്യണം എന്നാണ് വലിയ ആഗ്രഹം. അപ്പോൾ MBA ചെയ്ത് മേ ബി വൺ ഡേ എൻ്റെ സ്വന്തമായിട്ടൊരു പ്രസ്ഥാനമൊക്കെ തുടങ്ങി ആൾക്കാർക്ക് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട്. അതിനൊപ്പം നഗരസഭ അധ്യക്ഷ സ്ഥാനം ഒന്ന് പറയാം വേണമെങ്കിൽ. ഇനി MBA ഇത് എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും ഞാൻ മുന്നോട്ടുണ്ടോ ഇപ്പോൾ ഓൺലൈനായിട്ടും ഡിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ PG ഒക്കെ ചെയ്യാം. എന്തായാലും ഞാൻ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകും. അതിനൊപ്പം 2 മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതാണല്ലോ നമ്മുടെ വിജയം. ഈ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ധാരണ എന്തെങ്കിലും ആയിട്ടുണ്ടോ? നിലവിൽ ഞങ്ങൾ യാതൊരു ധാരണയോ ആരോഗ്യം ചർച്ചയോ നടന്നിട്ടില്ല. അത് ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF ഞങ്ങൾക്ക് പിന്തുണ തന്നു. അതെ, ആ UDF പിന്തുണ പലരും തെറ്റിദ്ധരിച്ചു. പക്ഷേ UDF പിന്തുണ തരിക എന്ന് പറഞ്ഞാൽ അത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഏത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി എന്നല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ല, ഒരു കുടുംബം, ഒരു വ്യക്തി ആര് പിന്തുണ തന്നാലും ശരി, അതാണല്ലോ തെരഞ്ഞെടുപ്പിലുള്ളത്. അതിൽ കവിഞ്ഞ് ഞങ്ങൾ ആരുമായിട്ടൊരു സംസാരം UDF-ആയിട്ടോ LDF-ആയിട്ടോ ആരുമായിട്ടോ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആശയമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി. തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരുന്നു. ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഒരു കാര്യം പറയുന്നു, ഞങ്ങൾ 3 പേരും കൂടെ മാത്രം വ്യക്തിപരമായ ഒരു തീരുമാനം എടുക്കത്തില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷികളുടെ നിയന്ത്രണങ്ങളോ അവരുടെ ചട്ടക്കൂടുകളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. എങ്കിലും ഞങ്ങളെ വിശ്വാസത്തിലെടുത്ത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിലെ 3 പേരെ ഒരു പ്രസ്ഥാനത്തിന് പോലും ഒരുപക്ഷെ ജയിപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പം ജനങ്ങളെ ഞങ്ങളിൽ അത്ര വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു കുടുംബത്തിലെ ജ്യേഷ്ഠനും അനിയനും ജ്യേഷ്ഠന്റെ മകളും അടക്കമുള്ളവർ പുളിക്കക്കണ്ടം കുടുംബം. അങ്ങനെ പാല ഇനി പുളിക്കക്കണ്ടം കുടുംബം തീരുമാനിക്കും പാല എങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് സ്ഥിതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഭാവി എങ്ങനെയാണെന്ന് കണ്ടറിയാം. ഷിനോജസ്റ്റിയാണ് അവർക്കൊപ്പം വിശദവിവരങ്ങൾ പങ്കുവച്ചത്.